ശ്രീമലര മേഖല കമ്മിറ്റി SBR സ്വരാ റെസിഡൻസ് അസോസിയേഷൻ സംയുക്തമായിട്ട് നടത്തുന്ന മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന പ്രോഗ്രാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിന്റെ അധ്യക്ഷനായിട്ട് എഡ്രാക്സ് ശ്രീമലര മേഖല കമ്മിറ്റി അംഗവും പുലർമ റെസിഡൻസിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ബാബു അവരെ ആദരപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ശ്രീപുരം നിവാസികളെ, ആദ്യമായിട്ട് നമ്മുടെ MLA-യും നമ്മുടെ കേരളത്തിലെ MLA-യും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായ ശ്രീമതി കാനത്തിൽ ജമീലയുടെ നിര്യാണത്തിൽ ആദ്യമായി നമ്മൾ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ സ്ഥാനാർത്ഥികളുടെ സംഗമത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. വന്ന സ്ഥാനാർത്ഥികൾക്ക് ധൃതിയാണ് ആയതുകൊണ്ട്, അവരുടെ ഓരോ ഇലക്ഷൻ പരിപാടി ആയതുകൊണ്ട് ഈ പരിപാടികൾ ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പരിപാടി ആരംഭിക്കുന്നു. 14, 15, 16 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ്. എല്ലാ സ്ഥാനാർത്ഥികളെയും നമ്മൾ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും നന്ദി പറയാണ്. പ്രോഗ്രാമിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഓരോ സ്ഥാനാർത്ഥിക്ക് 5 മിനിറ്റ് സമയം തരാം. സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് ജനങ്ങളായിട്ട് വിശദീകരിക്കുന്ന ഒരു അവസരമാണ്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്, ഞാൻ ജയിച്ചു വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളതാണ്. ഈ പ്രോഗ്രാം ലൈവായിട്ട് ഫേസ്ബുക്കിൽ പോകുന്ന പ്രോഗ്രാമാണ്, യൂട്യൂബ് ചാനലിലും വരുന്നതാണ്. ഇതിന്റെ വീഡിയോ എല്ലാ അസോസിയേഷനിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റ് പൊതു ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളൊരു സ്ഥാനാർത്ഥിയാണ്, എന്റെ വികസന കാഴ്ചപ്പാടുകൾ എന്നതാണെന്നുള്ളത് മാത്രമാണ് പറയുന്നത്. സ്ഥാനാർത്ഥികളുടെ മറുചോദ്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായ പോരായ്മകളോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, മറ്റു സ്ഥാനാർത്ഥികളുടെ കുറവുകളൊന്നും പറയുന്നില്ല. എന്റെ വികസന കാഴ്ചപ്പാട് എന്നതാണെന്ന് മാത്രം പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഇതിലൂടെ എത്തിച്ചേർന്ന എല്ലാ സ്ഥാനാർത്ഥികളും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ നറുക്കെടുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഇത്രയും ബഹുമാനപൂർവ്വം ശ്രീമതി ശ്രീജ അവരുകളെയാണ് എത്തിച്ചേർന്നിട്ടുള്ള എത്രയും ആദരവോടെ ശ്രീമതി മുഹ്സിന സുബൈർ അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ മുഹ്സിന സുബൈർ 16-ാം വാർഡിലെ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഞാൻ ഈ വാർഡിൽ ജയിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, സാധാരണക്കാരുടെ ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ട സമയത്ത് എത്തിച്ചു നൽകും. പെൻഷൻ കിട്ടാത്തവർക്ക് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ലഹരിക്കെതിരെ നമ്മുടെ യുവാക്കൾ ഒരുപാട് പേര് ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അവർക്കെതിരെ കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പിന്നെ ഇത്രയൊക്കെ. ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീമതി മുഹ്സിന സുബൈർ അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. അടുത്തതായി ശ്രീമതി റമീന അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആൾ എത്തിച്ചേർന്നിട്ടില്ല. നമ്മളെല്ലാവരെയും ക്ഷണിച്ചിരുന്നു. അടുത്ത അസ്തിനെയായിരുന്നു, ആളെ എത്തിച്ചേർന്നിട്ടില്ല. അടുത്തതായി ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീമതി സിബിന അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായി 16-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് ഷിബിന നസീർ. ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് നാട്ടുകാരോട് പറയുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എല്ലാവരുടെയും നാട്ടുകാരുടെ പ്രത്യേകിച്ച് നമ്മളോടുള്ള ഒരു ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ
സാധാരണക്കാരുടെ കൂടെ നിന്ന് അവരുടെ ഏത് ആവശ്യവും അവർക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായി ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇതിൽ മത്സരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും കൂടെ വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാകും, അത് 100% ഉറപ്പ്. അതുപോലെ തന്നെ കുറച്ച് സങ്കല്പങ്ങളൊക്കെ നമ്മുടെ വാർഡിൽ വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതില് ഒന്നാമത്തെ കാര്യം, നമ്മുടെ മങ്ങാട്ടുചിറ, അത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ചിറയാണ്, പുഴയോടെ ചേർന്നുള്ള ഒരു ഭാഗം. ഇതിനു മുമ്പും പലരും അതിനെ നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് വിജയിച്ചു വന്നാൽ നമ്മുടെ ആ മങ്ങാട്ടുചിറയെ കെട്ടി സംരക്ഷിക്കുകയും ഒരു ചെറിയൊരു നീന്തൽ കുളം പോലെയും അതുപോലെ തന്നെ നമ്മുടെ സായാഹ്നങ്ങളെയൊക്കെ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വാക്ക് വേയും അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഒരു ഇതൊക്കെ ചെയ്യും എന്നുള്ളത് എൻ്റെ ഒരു വികസന ഉദ്ദേശമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിലാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ഷാജഹാന്റെ മകന് ഈ അടുത്ത് സ്പോർട്സിൽ കർണാടകയിൽ സെലക്ഷൻ കിട്ടിയത് ഫുട്ബോളിൽ. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ വാർഡിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഏരിയയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സ്പോർട്സിൽ ഒരു മികച്ച ഒരു ഏരിയ തന്നെയാണ്. എല്ലാ ചെറിയ കുട്ടികളും വലിയവരും പ്രായമായവരും ഒക്കെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നതാണ്, അതുപോലെ തന്നെ ഓരോ സ്പോർട്സ് ഐറ്റവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്താൻ ഇപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കുട്ടികൾ ഇത്രയും നല്ല ഒരു ഇതിലേക്ക് എത്തിയിരുന്നത്. അപ്പൊ അവന്റെ ആ കഴിവിനെ കണ്ടെത്തി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികളുണ്ടാവും, അവരുടെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയാതെ പിന്നിലേക്കായി പോയ കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ, നമ്മുടെ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിൽ നിന്നോ എന്ത് സഹായമാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ അത് തീർച്ചയായും അത് കണ്ടെത്തി അവർക്ക് ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത്, ഒരുപാട് പെൺകുട്ടികൾ, വിദ്യാഭ്യാസമുള്ള കുട്ടികൾ വീടുകളിൽ അടുക്കളയിൽ ഒതുങ്ങിപ്പോകുന്ന, പക്ഷെ അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, എന്നാൽ അത് പുറത്തേക്ക് പോയി ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ. യുവാക്കളെ ഒഴിവാക്കുന്നതല്ല, പക്ഷെ സ്ത്രീകളെ കൂടുതലായിട്ട് പറയാണ്, അവർക്ക് സർക്കാർ ജോലികളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള PSC കോച്ചിങ്ങുകൾക്ക്, അത് ഇതിനു മുമ്പും ഞാൻ ഇതിൽ വന്നിട്ടില്ല എങ്കിൽ പോലും എൻ്റെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ഇവിടെ ഏത് സംഘടനയുടെ പരിപാടി വന്നാലും ഞാൻ ആദ്യം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി, അതായത് ഒരു PSC കോച്ചിങ് നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണ്. ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ പഠിച്ചിട്ടുള്ളവർ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് PSC കോച്ചിങ്ങിന് ഞാനൊരു ടീച്ചറാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെ നിന്നിട്ട് അവർക്ക് മുഴുവൻ സപ്പോർട്ടും നൽകും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയാ, വർത്തമാനങ്ങളിലൂടെ അല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ തന്നെ നിങ്ങൾ നാട്ടുകാരുടെ ഒപ്പം ഞാൻ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. എത്രയും ബഹുമാനപ്പെട്ട ശ്രീമതി ഷിബിന നസീറിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അടുത്തതായി വാർഡ് 15 ശ്രീമതി സീനത്ത് അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രീമൂലാരം പഞ്ചായത്തിൽ 15-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ്. കഴിഞ്ഞ 2010-15 വർഷങ്ങളിൽ ഞാൻ 13-ാം വാർഡിൽ നിന്നും ഇതുപോലെ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അന്ന് ഈ 5 വർഷം ഞാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരാളെയും നോക്കാതെ എല്ലാവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെല്ലാവർക്കും ഇവിടെ അറിയാവുന്നതുമാണ്. ഒരു മെമ്പർ എന്ന നിലയിൽ നമ്മൾക്ക് ചെയ്യാവുന്നത് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിൽ നമ്മൾ അവരെ വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടെന്ന് അവരുടെ മനസ്സിൽ തോന്നുക. അതാണ് ഒരു മെമ്പറിന് ആദ്യം വേണ്ടത്. ആ കുട്ടി ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അവരെ വിശ്വസിപ്പിക്കുക. അതുപോലെ ഞാൻ പ്രവർത്തിച്ചതാണ് ഞാൻ. അത് കൂടാതെ തന്നെ നമ്മളുടെ പഞ്ചായത്തിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഞാൻ
പങ്കാളിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു മെമ്പറായി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതത്തിന് പുറമെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും MLA MP ഫണ്ടുകൾ, അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഫണ്ട് വരെ ഞാൻ എൻ്റെ വാർഡിൽ കൊണ്ടുവന്ന് ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി പിന്നെ ഒരു അംഗൻവാടിയുടെ പ്രശ്നമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അംഗൻവാടി പണിയാൻ ഞങ്ങൾ സാധിച്ചില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അംഗൻവാടിക്ക് അന്ന് സ്ഥലത്തിന് ഫണ്ട് അനുവദിക്കുന്ന സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നില്ല. സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കെട്ടിടത്തിന് ഫണ്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു സ്ഥലം നോക്കി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. നമ്മൾ പുറമ്പോക്ക് സ്ഥലങ്ങൾ വരെ താലൂക്ക് ഒക്കെ കയറി ഇറങ്ങി നമ്മൾ അളന്ന് പോയെങ്കിലും അതൊന്നും നമ്മൾ അംഗൻവാടിക്ക് പറ്റിയ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ അത് നമ്മളിൽ നിന്ന് ക്യാൻസലായി പോവുകയുണ്ടായത്. പക്ഷേ ഈ 15-ാം വാർഡിൽ ഇപ്പോൾ ഒരു അംഗൻവാടി ഉണ്ട്. അത് കൂടാതെ ഈ 15-ാം വാർഡിൻ്റെ കുറച്ച് വശം അന്ന് 13-ാം വാർഡിലുള്ളതായിരുന്നു. അപ്പോൾ അന്ന് ഇപ്പോൾ അംഗൻവാടി പണിയാൻ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടിട്ടുമുണ്ട്. പക്ഷെ ആ സ്ഥലത്തിൽ ഇനി അംഗൻവാടിക്ക് ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു സംരംഭം കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഇവിടെ ഈ വാർഡിൽ നിന്നും ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഞാൻ ആദ്യം പ്രവർത്തിച്ചതുപോലെ തന്നെ എല്ലാവരുടെ ഒപ്പം നിന്ന് എല്ലാ കാര്യത്തിലും മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ആ 2010-15 കാലയളവിലാണ് സമ്പൂർണ്ണ പെൻഷൻ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിലൊരുപാട് ആളുകൾക്ക് എനിക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ബഡ്സ് സ്കൂള് അന്ന് ഇവിടെ കൊണ്ടുവന്നതും നമ്മുടെ ശ്രീമൂലാരം പഞ്ചായത്തിലെ അന്നത്തെ കമ്മിറ്റിയാണ്. അതിനൊക്കെ നമ്മൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിരുന്നു ഞാൻ. അതുപോലെ ഒരുപാട് ഞാനും അതിലൊക്കെ പങ്കാളിയാവാൻ പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വാർഡിൽ എന്തെല്ലാം വികസനങ്ങൾ വരണം എന്ന് ഓരോരുത്തരും പറഞ്ഞാലാണ് നമ്മൾക്കിനി അറിയാൻ പറ്റുള്ളൂ. അതനുസരിച്ച് നമ്മൾ ജനങ്ങളോടൊപ്പം നിന്ന് ഞാൻ പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ 100% നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തും. ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീമതി സീനത്ത് അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ സൗണ്ട് സിസ്റ്റം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൗഫീഖയുടെയാണ്. തൗഫീഖ് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് 15-ാം വാർഡ് എത്രയും ബഹുമാനപ്പെട്ട ശ്രീമതി ഹാജറ അവരുടെ ആദരപൂർവ്വം പേരിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2015-2020 കാലയളവിൽ നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് അവിടെ ജയിച്ച 5 വർഷക്കാലം മെമ്പറായിരിക്കാൻ എനിക്ക് സാധിച്ചു. അന്ന് ഒത്തിരി കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രൂപത്തിൽ തന്നെ ഞാൻ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. ഇനിയും വീണ്ടും ഇപ്പോൾ 15-ാം വാർഡിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഇനിയും എനിക്ക് ഉണ്ടാവണം. വിജയിക്കുന്നതിനാവശ്യമായ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണമെന്ന് ആദ്യമേ പറയുകയാണ്. അതുപോലെ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ വാർഡ് തലത്തിൽ സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കി തീർക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ നമ്മുടെ തെക്കുംചാൽ പുഞ്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണ്ടവിടെ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അവിടെ വെള്ളക്കെട്ട് മൂലം അത് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത രൂപത്തിൽ കിടക്കുകയാണ്. അത് നമുക്ക് ആ വെള്ളക്കെട്ടുകളെല്ലാം ഒഴിവാക്കി പഴയ പോലെ കൃഷിക്ക് ആവശ്യമായ ഒരുക്കലുകൾ നടത്താനും അതുപോലെ തന്നെ കാർഷിക മേഖലയെ നമുക്ക് സമ്പന്നമാക്കാനും സാധിക്കണം. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കളിസ്ഥലം
ഈ കുട്ടികൾക്ക് ആവശ്യമായ കളിസ്ഥലം പഞ്ചായത്ത് തലത്തിൽ നിർമ്മിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്കെല്ലാം ജോലി നേടുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും. പണ്ടും ഞാൻ ഇതുപോലെ നമ്മുടെ വാർഡിൽ PSC കോച്ചിങ് നടത്തിയതാണ്. വീണ്ടും അതുപോലെ അത് തുടർന്ന് നടത്തുവാനുള്ള ഇടപെടലുകൾ ഉണ്ടാകും. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പകൽ വീട് സാധ്യമാക്കാനുള്ള ഇടപെടലുകൾ നടത്തും. ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിലെല്ലാം നമ്മൾ ഭാഗമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ LDF സാരഥികളെ നിങ്ങൾ വിജയിപ്പിക്കുകയും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ പൂർണ്ണ പിന്തുണ നൽകിയവരെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീമതി ഹാജറ അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ റുമൈസ 14-ാം വാർഡിലെ UDF സാരഥിയായിട്ട് മത്സരിക്കുന്നു. ഇപ്പോ നമുക്ക് പറയാനുള്ളത്, ഇവിടെ വിജയിച്ചു വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഒട്ടേറെ വികസനം ആഗ്രഹിക്കുന്ന ഒരു പ്രദേശമാണ് ശ്രീഭൂതപുരം. ആദ്യമായി തന്നെ പറയട്ടെ, ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം അനുഭവിക്കുന്ന ഒരു നാട്ടുകാരാണ് നമ്മുടെ ശ്രീഭൂതപുരത്തുള്ളവര്. നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് ഒരു ഗ്രാമവണ്ടി. അതിനേക്കാൾ കൂടുതലായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ ഒരു 2 വീലർ പോലും ഇല്ലാത്തവരില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും പോകണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് മാറമ്പള്ളി പാലത്തിനെ ആശ്രയിക്കണം, അതുമല്ലെങ്കിൽ നമുക്ക് ശ്രീമുല്ല നഗരം, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്ക് എത്തണമെങ്കിലും മെയിൻ റോഡിലേക്ക് അല്ലെങ്കിൽ ഒരു മെയിൻ വാഹന സൗകര്യത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഇത് കൂടിയേ തീരൂ. ഇപ്പോഴത്തെ യുവജനങ്ങളിലുള്ളവർക്ക് എല്ലാവർക്കും അവർ ഒരുപക്ഷെ 2 വീലറും 4 വീലറും ഒക്കെ ഓടിക്കുന്നവരാകാം. പക്ഷെ നമ്മുടെ വീട്ടിലിരിക്കുന്ന എന്നെ പോലുള്ള പ്രായമായിട്ടുള്ള കുറെ ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതിനു വേണ്ടിയിട്ട് അവരെല്ലാവരും ഓട്ടോറിക്ഷയെ, അതല്ലെങ്കിൽ കേറി റോഡിലേക്ക് നിന്നിട്ട് വരുന്ന ഓട്ടോറിക്ഷക്ക് റിട്ടേൺ പോകുന്നതിനൊക്കെ കൈയാണിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടുന്നത് ഒരു വാഹന സൗകര്യം ഇതിനേക്കാൾ കൂടുതലായിട്ട് മെച്ചപ്പെടുത്തി കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഏതൊക്കെ തലത്തിലാണോ നമുക്ക് അതിന്റെ ഫണ്ട് ചെലവഴിക്കാൻ കഴിയുക എന്നൊന്നും എനിക്ക് അറിയില്ല. എന്നാലും കിട്ടുന്ന മാത്രയിൽ, അതല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ആ വഴികളിലെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. പാർപ്പിടം എന്ന് പറയുന്നത്, ഒരു വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഇപ്പൊ ഞാൻ വോട്ട് ചോദിച്ചു ചെന്നപ്പോ പല വീടുകളുടെയും അവസ്ഥ ഞാൻ കണ്ടത് വളരെ ശോചനീയമായ അവസ്ഥയിൽ കഴിയുന്ന ആളുകളുണ്ട്. ഇനിയും അങ്ങനെയുള്ളവർക്ക് ബ്ലോക്ക് തലത്തിൽ നിന്നോ പഞ്ചായത്ത് തലത്തിൽ നിന്നോ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്ന മാത്രയിൽ എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ ഇവിടെ ഉറപ്പു തരികയാണ്. കാരണം അതിന് ഗവൺമെന്റിന് ഫണ്ട് ഉണ്ട്, നമുക്ക് ബ്ലോക്കിൽ നിന്നിട്ട് ഫണ്ട് ഉണ്ട്. അപ്പൊ അതെനിക്ക് എന്താണെങ്കിലും ആളുകൾക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ നേരത്തെ എന്റെ കൂടെ മത്സരിക്കുന്ന ഷിബിന പറഞ്ഞ പോലെ നമ്മളുടെ ഇവിടെ വിദ്യാസമ്പന്നരായ ഒട്ടേറെ യുവതി യുവാക്കളുണ്ട്. അവർക്ക് സൗജന്യമായി തന്നെ ഒരു PSC കോച്ചിങ് സെന്റർ നടത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ മദ്രസകളെല്ലാം രാവിലെ ക്ലാസ് കഴിഞ്ഞ് 8-9 മണിയാകുമ്പോഴത്തേക്കും ഇതൊക്കെ അടച്ചിടുകയാണ്. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു മാർഗത്തെ സ്വീകരിച്ചുകൂടാ? അതിന് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകണം. അത് വേറൊന്നും കൊണ്ടല്ല, അതിന് നമുക്ക് ഇവിടുത്തെ മഴ കമ്മിറ്റിയുമായിട്ടൊക്കെ നമുക്ക് സംസാരിച്ച് അങ്ങനെ ഒരു കാര്യങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തുടങ്ങണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ, 60 വയസ്സിന് മേലെയുള്ളവര്, അവർക്ക് വീടുകളിൽ ചെന്ന് അവർക്ക് വേണ്ടുന്ന സൗജന്യമായ വൈദ്യസഹായം എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരുടെ ആ വീട്ടിൽ അടച്ചുപൂട്ടപ്പെട്ട നിലയിൽ നിന്നൊന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന്
അവരുടെ സമപ്രായക്കാരോടൊത്ത് ഒരല്പസമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ഈ കിടക്കുന്ന ഒറ്റയടിക്കൊന്നും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ബിൽഡിങ്ങുകളെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമെന്നും ഞാൻ ഉറപ്പു തരികയാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങളും എന്നാൽ കഴിയുന്ന വിധം അതും നടത്താൻ കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാകണം, വിജയിപ്പിക്കണം. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീമതി റുമൈസ അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അടുത്തതായിട്ട് ഇത്രയും ബഹുമാനപ്പെട്ട 14-ാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി ഫർസാന അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു. പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 14-ാം വാർഡിൽ നിന്ന്, ശ്രീകോലപുരത്ത് 14-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. LDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാന്ന് വെച്ചാൽ, നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ നാട്ടുകാർക്ക് വരുന്ന ഏതൊരു പ്രവർത്തനത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതായത് അർഹമായവർക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്ത് സഹായവും അവരിലേക്ക് എത്തിക്കാൻ ഞാനുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരാണ്. പിന്നെ ഇപ്പോൾ ഈ വാർഡിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ എരയാമ്പൂർ ഭാഗത്തേക്ക് വെള്ളം എത്തുന്നില്ല. അവിടെ കുടിവെള്ളം പോലും, കിണറുകൾ പോലും ഇപ്പോൾ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ അധികം അങ്ങനെ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ആ സന്ദർഭം വന്നത്, വനിതാ സംവരണം ആയതുകൊണ്ട് മാത്രം. എന്നെ അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ എരയാമ്പൂർ ഭാഗത്തേക്ക് അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും മാക്സിമം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അടുത്തും നമ്മുടെ പഞ്ചായത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ, LDFന് കിട്ടുകയാണെങ്കിൽ അവരുടെ അടുത്തും പറഞ്ഞ് വെച്ചാൽ വെള്ളം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ലല്ലോ. നമ്മുടെ കാരണവന്മാരായിട്ട് കൃഷി നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴും അവർക്ക് അതിനോട് നല്ല ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവും അത്. അപ്പോൾ അവരിപ്പോൾ ഒരു മരം നട്ടാൽ നമ്മുടെ അടുത്ത് വരുന്ന തലമുറകളായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പോൾ അവർക്ക് അതിന് വെള്ളമില്ല എന്ന് പറയുമ്പോൾ നമ്മളത് മാക്സിമം ശ്രമിക്കാം. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിനകത്ത്. പിന്നെ വരുന്നത് ലൈഫിൻ്റെ ഭവന പദ്ധതി. അത് നമ്മുടെ ഇപ്പോൾ ഈ 14-ാം വാർഡിനെ സംബന്ധിച്ച് 60ഓളം അപേക്ഷകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 20ഓളം വീടുകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം വരുമ്പോഴും നമ്മൾ അതിനകത്ത് മാക്സിമം ഉൾപ്പെടുത്തും. ഒരാളെ നമ്മൾ ഒഴിവാക്കുന്നില്ല. അർഹരായവർക്ക് നമ്മളത് കൊടുക്കും. അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ലൈഫിൻ്റെ ഭവന പദ്ധതിയിൽ അത് വരണമെങ്കിൽ, അപേക്ഷ വരണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് ഗവൺമെൻറ് വയ്ക്കുന്നുണ്ട്. അവർക്കേ അത് കിട്ടുള്ളൂ. അതിന് നമ്മൾ മാക്സിമം ഒരാളെ നമ്മൾ ഒഴിവാക്കില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ വരുന്നത് നമ്മുടെ എന്താ പറയുക, അംഗൻവാടി. അത് ഒരുവിധം നമ്മുടെ മെമ്പർ ഒപ്പിച്ചതാണ്. പക്ഷെ അത് നിർഭാഗ്യവശാൽ 15-ാം വാർഡിലായിപ്പോയി സ്ഥലം. ഇനിയിപ്പോൾ അത് നമ്മൾ ഒന്നും കൂടി നമ്മുടെ 14-ാം വാർഡിൽ തന്നെ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തി അതിനും സമയമെടുക്കും. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. വെറുതെ വാഗ്ദാനം നൽകി പോയിട്ട് കാര്യമില്ലല്ലോ. പ്രാബല്യത്തിൽ വരുത്തണമല്ലോ. ആകെ 5 കൊല്ലമുണ്ട്. നമ്മുടെ ഫണ്ട് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന് പോലും എന്തുമാത്രം ഫണ്ട് ഓരോ വർഷം ഒരു വാർഡ് മെമ്പറിന് കിട്ടുന്നുണ്ട്, ഒരു വാർഡിലേക്ക് കിട്ടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ മെയിനായിട്ട് നമ്മുടെ യുവാക്കൾ പറഞ്ഞത് അവർക്ക് കളിസ്ഥലമില്ല. അവർ ഈ ഫോണിലാണ് വൈകുന്നേരം. അപ്പോൾ ഒരു വാർഡ് വിചാരിച്ചാലും ഒരു കളിസ്ഥലം ഒപ്പിക്കാന്ന് പറഞ്ഞാൽ പറ്റണ കാര്യമല്ല, നിങ്ങൾക്കറിയാലോ. പക്ഷെ ഒരു പഞ്ചായത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഗവൺമെൻറ്റും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു കളിസ്ഥലം നമുക്ക് ഒപ്പിക്കാൻ പറ്റും. ഞാനൊരു BSc B.Ed ആണ്, മാത്സ് ആണ് എൻ്റെ സബ്ജക്റ്റ്. പക്ഷേ എനിക്ക് 3 വർഷമൊക്കെ ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുള്ളൂ. അപ്പോൾ വരുന്ന തലമുറയ്ക്ക് മക്കൾ കളിച്ച് വളരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്നാലേ അവരുടെ ആരോഗ്യവും എല്ലാം ബുദ്ധിയും എല്ലാം വികസിക്കുള്ളൂ. അപ്പോൾ അതിന് പറ്റിയത് നമ്മൾ മാക്സിമം ശ്രമിക്കും. പഞ്ചായത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അതിനായിട്ട് നോക്കാം. പിന്നെ വരുന്നത്, ഇപ്പം നമ്മുടെ ജിം ഓപ്പൺ ആയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഇത്രയും നല്ലൊരു പുഴ നമ്മുടെ അരികിലൂടെ ഒഴുകുമ്പോൾ അതൊന്ന് ആസ്വദിക്കാൻ നമ്മുടെ വീട്ടിലെ
സ്ത്രീജനങ്ങൾക്കോ കുട്ടികൾക്കോ ഒന്നും പറ്റുന്നില്ല, അങ്ങോട്ടേക്ക് പോകാൻ പോലും പറ്റണില്ല. അപ്പം അവിടെ ഒരു നല്ലൊരു സ്ഥലമാക്കി എടുത്താൽ മാക്സിമം അവർക്ക് അത് ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ആഗ്രഹങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകൾ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമ്മുടെ നാടിനും നാട്ടുകാർക്കും പറ്റിയതാണെങ്കിൽ, നമുക്ക് പറ്റുന്നതാണെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന്, എൻ്റെ പാർട്ടിയും ഉണ്ടാവുമെന്ന് നിങ്ങളോട് ഞാൻ ഉറപ്പ് പറയാണ്. ഈ അവസരം തന്നതിന് ഇവരോട് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും ബഹുമാനപ്പെട്ട 14ാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി ഫർസാന അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, ഇത് എഡ്രാസ് ശ്രീമലര മേഖലാ കമ്മിറ്റിയും സ്വര SBR എന്നീ റെസിഡൻസ് സ്റ്റേഷനുകളും സംയുക്തമായിട്ട് നടത്തിയ പ്രോഗ്രാമായിരുന്നു. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് നടത്തിയത് കൊണ്ടോട്ടി ജംഗ്ഷനിലായിരുന്നു. അത് 1-18 വാർഡുകളിലായിരുന്നു. അതിനുശേഷം ചൂര ജംഗ്ഷനിൽ 2-17 വാർഡുകൾ. അതിനുശേഷം പട്ടരുപടിയിലായിരുന്നു നടന്നത് 8ാം വാർഡ്. ഇവിടെ 14, 15, 16 വാർഡുകളാണ്. ഇവിടെ നിന്ന് 3 സ്ഥാനാർത്ഥികൾ പഞ്ചായത്തിലേക്ക് വരും. അപ്പോൾ 1 മുതൽ 18 വരെയുള്ള വാർഡുകളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു സ്വീകരണം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഗ്രാം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഞങ്ങൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ സ്ഥാനാർത്ഥികളെയും നമ്മൾ വിളിച്ചിരുന്നു. അപ്പോൾ തിരക്കുള്ള ദിവസമാണ്. എന്നിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇവിടെ ഉണ്ടായിരുന്ന കാണികളെല്ലാം വളരെ നല്ല സപ്പോർട്ട് ചെയ്തു. അതിന് വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ തൗഫീഖ് കൃത്യസമയത്ത് മയക്കുന്ന സഹായിച്ച ഞാൻ നന്ദി പറയുകയാണ്. ഇനി ഇതിന് പ്രോഗ്രാമിന് ഔദ്യോഗികമായുള്ള നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ SBR റെസിഡൻസിന്റെ ഇത്രയും ബഹുമാനം നിറഞ്ഞ പ്രസിഡന്റ് ശ്രീ അബു മണ്ടക്കൽ അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജയിച്ചു വന്നാൽ എന്ത് ചെയ്യും ഈ വാർഡിന് വേണ്ടി? സ്ഥാനാർത്ഥികളുടെ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചുകൊണ്ട് അവരെ സജീവമാക്കാൻ വേണ്ടി ഇവിടെ മുന്നോട്ട് വന്ന ശ്രീമൂലനഗരം റെസിഡൻസ് അസോസിയേഷൻ എഡ്രാക്ക് കമ്മിറ്റിയെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ശ്രീ വിനയനും ശ്രീ ബാബു ചേട്ടനും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ 14, 15, 16 വാർഡുകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ് പങ്കെടുത്ത് സംസാരിച്ചത്. എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും എല്ലാവർക്കും റെസിഡൻസിന്റെ പേരിൽ വിജയാശംസകൾ നേരുകയാണ്. ഇതിൽ പങ്കെടുത്ത് സംസാരിച്ച എല്ലാവർക്കും സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകം പേരെടുത്ത് പറയുന്നതിൽ എല്ലാവർക്കും കൃതജ്ഞത അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും കൃതജ്ഞത അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ മൈക്ക് സൗണ്ട് സിസ്റ്റം തന്ന് സഹായിച്ച തൗഫീഖ് സൗണ്ടിനും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. യോഗ നടപടികൾ അവസാനിക്കുന്നു. നിങ്ങളുടെ ഫോട്ടോ നോക്കിയാൽ